ഹാപ്പി ഓണം. നമ്മളിപ്പോ അമ്പലത്തിലേക്ക് പോവാണ് അല്ലേ? ഹാപ്പി ഓണം പറയൂ. ഹാപ്പി ഓണം. അപ്പൊ ഇപ്പൊ ഈവനിങ് ആയി. ഞാൻ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നാളെ ഓണം ആയതുകൊണ്ട് തന്നെ നാളെ ഓണമാണ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? പൂ വരിയാൻ പോവുകയാണ്. കാമിയോ എന്റെ ബ്രദറാണ് ആനന്ദ്. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പൂ അരിയുന്നുണ്ട് ഇന്ന്. കാരണം ഇത്രയും ദിവസത്തെ ഓണത്തിന്റെ പൂക്കളും അത്തപ്പൂക്കളും ഒക്കെ നമ്മൾ അടുത്തടുത്ത നമ്മളെ തന്നെ സ്ഥലങ്ങളിലുള്ള പൂവൊക്കെ പറിച്ചിട്ടാണ് ഇട്ടെ. അപ്പൊ നാളെ കുറച്ചും കൂടെ അടിപൊളിയാക്കിയിട്ട് നമ്മൾ പൂക്കൾ ഇടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് പൂവൊക്കെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് അരിയണം. പിന്നെ അതേപോലെ നാളേക്ക് എൻ്റെ സാരി എനിക്ക് പ്ലീറ്റ്സ് ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവും ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത്. എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം. ടീം ഓറഞ്ച്, ടീം മഞ്ഞ. ഐ ലൈക്ക് ഓറഞ്ച്. ബട്ട് എനിക്ക് ഓറഞ്ച് കളർ ഇഷ്ടമാണ്. ബട്ട് ഞാൻ ഓറഞ്ചിന്റെ ഫാൻ അല്ല. ഇഫ് യു നോ യു നോ. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി. പൊന്നെല്ലിൻ പൊന്മല പൂത്തം തോറും നീ വരൂ പൊന്നോലത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും. ഹേ ഗായ്സ്, ഹാപ്പി ഓണം. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ മുറ്റത്തായിരുന്നു ഓണപ്പൂക്കൾ ഇട്ടുകൊണ്ടിരുന്നിരുന്നത്. പക്ഷേ നല്ല മഴയായിരുന്നു. ഇതിപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ടാകും. ഇപ്പം മഴയൊന്നും നിന്നു. പക്ഷെ എന്നാലും ചെറിയ ചെറിയ ഇങ്ങനെ എന്താ മരം പെയ്യാന്ന് പറയില്ലേ, ഓലയെന്നൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു വെറുതെ മഴ കൊണ്ട് അങ്ങനെ ഇരിക്കണ്ടല്ലോ. നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്കിന്ന് അകത്തോട്ട് പൂക്കളെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ്. ഹായ് പറയൂ. ഹായ് പറ. പൂക്കളം പാടിടും പൂമുറ്റം തോറും നീ വരൂ പൂവാലൻ തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും. പൂവിളി പൊന്നോണമായി. അങ്ങനെ നമ്മുടെ ഓണപ്പൂക്കളെല്ലാം റെഡിയായി. ഇനി മിക്കവാറും സാരിയൊക്കെ ഒന്ന് എടുത്ത് ഫോട്ടോ എടുക്കാനുണ്ട്. അതേപോലെ നമുക്ക് അടുക്കളയിൽ പോയി സഹായിക്കാനുണ്ട്. അപ്പം നമ്മുടെ പൂവൊക്കെ ഡബിൾ ഡണ്ണായി. പിന്നെ നമ്മൾ സദ്യക്കൊക്കെ ഏറെക്കുറെ സെറ്റായി വെച്ചു. ഇനിയിപ്പോൾ എനിക്ക് സാരി എടുക്കണം. നമുക്ക് ഇതെല്ലാം ഒന്ന് മാറ്റി കുറച്ചും കൂടെ അടിപൊളി ലുക്കിൽ വരാം. കാരണം അറ്റ്ലീസ്റ്റ് ഓണത്തിന് വിഷുവിനൊക്കെയാണ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ വേഷ്ടിയും മുണ്ടും അല്ലെങ്കിൽ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് ഒരു ഫോട്ടോ ഇടുന്നേ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും മുടക്കണ്ട. പക്ഷേ ഞാൻ ഇന്നലെ സാരി പ്ലീറ്റ്സ് ഒന്നും എടുത്ത് വെച്ചില്ല. അപ്പോൾ ഇന്ന് എടുക്കണം. അപ്പോൾ ചെയ്യണം. ഓക്കെ, നമുക്കതും കൂടി കഴിഞ്ഞിട്ട് സദ്യ ഉണ്ണാം.
എന്നിട്ട് മേ ബി ഫോട്ടോസൊക്കെ എടുത്ത് കാണിക്കാം. അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇന്നത്തെ ഈ വ്ളോഗ്. ഇങ്ങനെ സാരി എടുത്തു മേക്കപ്പ് ഒക്കെ ചെയ്യണം. ഓക്കെ, അപ്പം ആദ്യം തന്നെ മോയ്സ്ചറൈസർ. അത്ര വലിയ മേക്കപ്പ് ഒന്നും അല്ല, ബട്ട് തീരെ മേക്കപ്പ് ചെയ്യാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ എൻ്റെ മേക്കപ്പ് കുറച്ചധികമായിട്ട് തോന്നും. അല്ലാത്തവർക്ക് ഇതൊക്കെ എന്ത് എന്ന് തോന്നും. സ്ക്രീൻ ലാക്മേ കൊണ്ട് മൂടും പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാക്കത്താടും ചെമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി. പൊന്നെല്ലിൻ പൊന്മല പൂട്ടം തോറും നീ വരൂ പൊന്നോലത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവിളി പൊന്നോണമായി. ഹേ ഗായ്സ്, അങ്ങനെ സദ്യ ഉണ്ടു, രാവിലെ പൂവൊക്കെ ഇട്ടു. ഓണം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് തിരുവോണത്തിൻ്റെ അന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ, അതായത് സദ്യ കഴിച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ ഓണം കഴിഞ്ഞു എന്നാണ് പറയാം. അപ്പം നമ്മുടെയും ഓണം ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ഒരു ഗ്ലാസ് പായസം കൂടി കുടിക്കണം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ഇനി എന്ന് വരും ഇങ്ങനൊരു ലോങ് വീഡിയോ ആയിട്ടെന്ന് എനിക്കറിയില്ല. ബട്ട് അപ്പം നമുക്ക് കാണാം. ഓക്കെ ബൈ.